ചില രുചികൾ അങ്ങനെയാണ്. അത് നമ്മുടെ നാവിനെ കീഴടക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെ അങ്ങ് കീഴടക്കി കളയും. ഒരുപാട് നല്ല ഓർമ്മകളും സമ്മാനിക്കും. അത്തരത്തിലുള്ള റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടി, 1 ടീസ്പൂൺ റവ, 1 പിഞ്ച് ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 3 ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 കപ്പ് വെള്ളം ചേർത്ത് കട്ടിയില്ലാതെ വിസ്ക് വെച്ചോ കൈ വെച്ചോ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു പരുവമാകുമ്പോൾ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. സമയം കൊണ്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഒരു വശത്ത് ഇതേപോലെ നന്നായിട്ട് ജാം തേച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ജാം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് ഇതേപോലെ പ്രസ് ചെയ്ത് അതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ക്ലോസ് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മുടെ ഈ 6 ബ്രെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ പണിയൊന്നുമില്ല. ഈ സമയം കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ഇതേപോലെ നന്നായി ബ്രെഡ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ബ്രെഡ് പൊരിച്ചത് റെഡിയായി. നാട്ടിൽ പോകുമ്പോഴെല്ലാം ഇത് കഴിക്കാൻ മാത്രമായി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൽ പോകാറുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിനടുത്ത പെട്ടിക്കടകളിലെ ചില്ലുകൂട്ടിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. വേറെ എവിടെയും ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇതിനോടൊപ്പം ഒരു കടുങ്കാപ്പിയും കിട്ടും. അതും കുടിച്ച് ചെറുമഴയത്ത് ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. ആ കാപ്പിയും ബ്രെഡ് പൊരിച്ചതും ഒക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.